നമസ്കാരം, റിയൽ ടേസ്റ്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു കിടിലൻ ഐറ്റമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആര്യങ്കാവ് പാലരുവി വെള്ളച്ചാട്ടത്തിനടുത്തുള്ള ഒരു റിസോർട്ടാണ്. പെപ്പർ ആൻഡ് ക്ലൗ എന്ന അടിപൊളി റിസോർട്ടാണ്. ശരിക്കും സഹ്യപർവ്വതത്തിൻ്റെ മടിത്തട്ടിലുള്ള ഒരു റിസോർട്ടാണിത്. ഇന്ന് നമുക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും ഒരുക്കി തരുന്നത് രാജേഷ് എന്ന ഷെഫാണ്. നമുക്കിനി അദ്ദേഹവുമൊത്ത് ചിക്കൻ സ്റ്റ്യൂവും അതുപോലെ തനി നാടൻ അപ്പവും ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഒരു സെറ്റ് സാധനമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇന്നത്തെ വിഭവത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിന് ചേർക്കാനുള്ള സവാള ഉള്ളി അരിഞ്ഞതും ക്യാരറ്റും അതുപോലെ ഉരുളൻകിഴങ്ങും ഇഞ്ചിയും ഉള്ളിയും പപ്പറും എല്ലാ ഐറ്റംസും ഇവിടെ ഇത് റെഡിയാണ്. അപ്പം ഉണ്ടാക്കാനുള്ള ഇത് തേങ്ങാപ്പാലാന്ന് തോന്നുന്നു. മാവും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഷെഫ്. നമസ്കാരം. പൊളിക്കുമല്ലേ? പൊളിക്കും. ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് പറ. ഇന്ന് നമ്മൾ കേരള സ്റ്റൈലിലെ ചിക്കൻ സ്റ്റ്യൂ ആണ്. എന്താ കേരള സ്റ്റൈൽ ചിക്കൻ സ്റ്റ്യൂ എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്താ? കേരള സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യയിലൊക്കെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് നമ്മൾ കോക്കനട്ട് വെളിച്ചെണ്ണയിലും പാലിലുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിക്കൻ ഉണ്ടാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ അപ്പത്തിന്റെ മാവെല്ലാം റെഡി വെച്ചേക്ക് വന്നല്ലേ? ഇതും അപ്പത്തിന്റെ മാവ് നമ്മൾ ഇത് ഇന്നലെ തന്നെ അരച്ചു വെച്ചതാണ്. ഇപ്പം അപ്പത്തിന് പരുവായിട്ടിരിക്കുകയാണ്. ഇതിൽ നമുക്ക് 2 ഗ്ലാസ് അരിയും 1 ഗ്ലാസ് ചോറും 1/2 കപ്പ് തേങ്ങയും അരച്ചതാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. പണി തുടങ്ങാൻ പോവാം. അതെ, തുടങ്ങാം. ശരി, എങ്കിൽ പിന്നെ നമ്മുടെ രാജശേഷനും ഞാനും ചേർന്ന് ഇനി ഒരു ഗംഭീര ഡിഷ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ അതിന്റെ പണിപ്പുരയിലാണ്. തുടങ്ങിയേക്കാം. ഓക്കെ, എനിക്ക് പിന്നെ ഐശ്വര്യമായിട്ട് കത്തിച്ചോ. താങ്ക് യു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ശകലം ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നല്ലേ? നമുക്ക് ചൂടായത് തൊട്ടൊക്കെ നോക്കാൻ പറ്റുമോ? തൊട്ട് നോക്കാം. കൈ 2 സ്പൂൺ എണ്ണ ഒഴിക്കുന്നു. അതോട് തിളയ്ക്കുന്നു. അതിൽ നമ്മൾ ഗരം മസാല ഇടുന്നു. ഗരം മസാല വൈകുന്നേരം എല്ലാം ഉണ്ടല്ലേ? അതെ, നമ്മളതിനു വേണ്ടി ഇത്രയാണ് നമ്മൾ ഇതിനു വേണ്ടി ഈ 1 കിലോ ചിക്കന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മസാലയാണ്. കൈയൊക്കെ വെച്ച് ഇളക്കാനൊക്കെ പറ്റും വലിയ സുഖമായിട്ട്, സിമ്പിളായിട്ട്. പൊള്ളി പോയാൽ പറയരുത്. ഇളക്കാനൊക്കെ പറ്റും. ഞാൻ ഇളക്കും. ആണല്ലേ? ചുമ്മാ തള്ളരുത്. അപ്പം നമ്മൾ ഈ ഗരം മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് അല്ലേ? ചെറിയ ചൂടായി വരുമ്പോഴേ നമ്മുടെ ശരിക്കും ആ എണ്ണയുടെ മണമൊക്കെ ഇങ്ങനെ നമ്മുടെ മൂക്കിനകത്തേക്ക് തുളച്ച് കയറി വലിയ. അതെ, ഈ സകലം ചൂടായിട്ട് സകലം വരുന്നു പറഞ്ഞു. നമ്മുടെ കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും വയനയില നല്ല ഫ്ലേവർ കിട്ടും. വയന നല്ല സാധനമാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. അതിന് സ്ഥലം ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പച്ചപ്പ് മാറുന്ന ഓരോന്ന് വഴറ്റിയിടാം. ഇത് വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്ന ഓരോന്ന് വഴറ്റിയിടണം. എന്നാലും നമ്മൾ ഈ ചെയ്യുന്ന ഒരു സമയം നല്ലതാണ്. നല്ല മഴയുള്ള സമയമാണ് അല്ലേ? പ്രത്യേകിച്ചാണ്ട് ഈ ടാർപ്പയുടെ ഇതൊന്നും തന്നെ മേളിൽ നിന്ന് ആ ഷീറ്റിനൊക്കെ മഴത്തുള്ളിയൊക്കെ വീഴുന്നതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ സകലം ബ്രൗൺ ആയതിനു ശേഷം എരിവിന് നമ്മൾ ചേർക്കുന്നത് പച്ചമുളക് മാത്രമാണ്. എത്ര മുളക് ചേർക്കുന്നത്? ഇതിലൊരു 6 മുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. അതെ, എരിവ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ സ്റ്റൂവിന് എരിവ് വരുന്നത് പച്ചമുളകും പെപ്പർ പൗഡർ മാത്രമാണ്. നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഇതിലൊന്നും ഉപയോഗിക്കുന്നില്ല. അത് അതിന് മാറിന് ശേഷം നമ്മൾ ഈ സവാള ക്യൂബായിട്ടാണ് വെട്ടി ചെയ്യേണ്ടത്. ക്യൂബ്സ് ഒത്തിരി ചെറുതാക്കരുത്. ഇത് 1 സവാളയേ ഉള്ളൂ. ഒരു വലിയ സവാള ഒരെണ്ണം. ഒറ്റ സവാള മതി. ചെറിയ സവാള ഇതിൻ്റെ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ
ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇടും. ഇത് ഒരു ഉരുളക്കിഴങ്ങാണ്. ഒരു ഉരുളക്കിഴങ്ങാണ്. ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് വാട്ടിയെടുക്കണം. ക്യാരറ്റും കൂടെ ഇതൊന്ന് വാട്ടിയെടുത്താൽ മതി. ഒത്തിരി വേഗമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വാടിയാൽ മതി. ഇത് ശകലം വാടിയിട്ടുണ്ട്. ഇപ്പം ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ചേട്ടൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ ഒരു ഫേവറേറ്റ് ഐറ്റം കാണുന്നത്. ഞാൻ ഈ ചിക്കൻ സ്റ്റൂ അവിടെ എവിടെയും കിട്ടാറില്ല. അപ്പം ഞാനാണ് അവിടെ ചെന്നിട്ട് ഗോവയിലേക്കുള്ളപ്പം ഞാനാണ് ഇതവിടെ ചെയ്ത് തുടങ്ങിയത്. ഇവിടെ പെപ്പർ ആൻഡ് ഗ്ലോവിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരു നമ്മുടെ റെസിപ്പി ആയിട്ട് ഒരെണ്ണമുണ്ട്. പെപ്പർ ആൻഡ് ഗ്ലോ ചിക്കൻ കോക്കനട്ട് ഫ്രൈ. അത് നമ്മൾ അത് സൂപ്പർ സാധനമാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ അതാണ് ഇഷ്ടം. അതെ, പെപ്പർ ആൻഡ് ഗ്ലോ എന്തൊരു ചിക്കന്? പെപ്പർ ആൻഡ് ഗ്ലോ കോക്കനട്ട് ചിക്കൻ ഫ്രൈ. കോക്കനട്ട് ചിക്കൻ ഫ്രൈ. അതിൽ മസാല നമുക്ക് വരുന്നത് പെപ്പറും ഗ്ലോവും ആണ്. പിന്നെ കോക്കനട്ട് കോമ്പിനേഷൻ ഉണ്ട്. ഡീപ് ഫ്രൈ ആണ്. അതിൽ നമ്മൾ വറുത്ത ഉള്ളിയൊക്കെ നമ്മൾ ഇടുന്നുണ്ട് ഗാർണിഷിന്. പിന്നെ ചാട്ട് മസാല, കുറച്ച് മല്ലിയില, പുതിന ഇല ഉണ്ടാക്കാം. തീർച്ചയായിട്ടും. എനിക്ക് അനുകൂലി പറയണ്ട, പ്രേക്ഷകർക്ക് ഇതായി. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ചിക്കനാണ്. ഇനി നമ്മൾ ഈ കണ്ടിച്ച് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇടും അല്ലേ? ഇത് എത്ര കിലോ ഉണ്ട്? ഇത് 1 കിലോ. 1 കിലോ ചിക്കൻ. അതും പ്രത്യേകം നമ്മൾ ഇതിനു വേണ്ടി ഉണ്ടാക്കുന്ന പ്രത്യേകതരം കോഴിയാണോ? അല്ല, അങ്ങനെയല്ല, സാധാ കോഴിയാണ്. നമ്മൾ സാധാ കോഴി ഓടിച്ചിട്ട് പിടിക്കുക, അതിന്റെ കൂടെ എല്ലാം പറിച്ചു കളയോ, അങ്ങനെ നമ്മൾ അതിനെ കട്ട് ചെയ്ത് റെഡിയാക്കി അവസാനം ഈ പരുവത്തിലാക്കി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാ. നമ്മൾ തട്ടുവാ അല്ലേ? അങ്ങനെ നമ്മുടെ ഈ മസാലകളുടെ കൂട്ടത്തിലേക്ക് നമ്മളുടെ ചിക്കനെയും നമ്മൾ തട്ടും. ഇനി അവിടെ കിടന്ന് വെച്ചിട്ട് വേവട്ടെ അല്ലേ? കുറച്ചാൾ ഞാൻ അഹങ്കരിച്ചൊക്കെ നടന്നില്ലയോ, ഇത് കിടന്ന് അനുഭവിക്കട്ടെ കുറച്ച്. അതായിരിക്കും ഇപ്പം നമ്മുടെ മനസ്സിൽ വരുന്നത് ഇല്ലയോ? അതിനുശേഷം നമ്മൾ ഒഴിക്കാൻ പോകുന്നത് പാലാണ്. തേങ്ങാപ്പാൽ, രണ്ടാം പാലാണിത്. ഇത് നമ്മൾ ഈ തേങ്ങാപ്പാല് രണ്ടാം പാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ സാധാരണ എടുത്ത് ഇടിച്ച് പിഴിയുമ്പം ആദ്യം കിട്ടുന്ന ഒരു പാലുണ്ട്, അത് ഒന്നാം പാലായിട്ട് മാറ്റി വയ്ക്കും. അതിനുശേഷം രണ്ടാമത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ ഈ സാധനത്തെ പിഴിഞ്ഞെടുക്കുന്നതാണ് രണ്ടാം പാൽ അല്ലേ? ആ രണ്ടാം പാൽ നമ്മൾ നേരത്തെ ഒഴിക്കുന്നത്. ഒഴിച്ച കേട്ടോ, മൊത്തം ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചു ഞാൻ പറഞ്ഞോളാം. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാം പാൽ ഇതിലേക്ക് പതുക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുക. അത് മുങ്ങുന്ന രീതിയിൽ മതി. ഓക്കെ, ബാക്കി ഇട്ടിരിക്കട്ടെ, നമുക്ക് പിന്നെ വേണ്ടി വരും. അപ്പോൾ ഈ തേങ്ങാപ്പാലാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതെ, തേങ്ങാപ്പാലാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നുണ്ട് പ്രധാന ഒരു ഗുണമുണ്ട്. തേങ്ങാപ്പാലിന് നല്ലൊരു ടേസ്റ്റാണ്. തേങ്ങ പിന്നെ കേരളക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഫോറിനേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഓരോ ഐറ്റം. അത് ചട്നി കിട്ടിയാൽ മതി, തേങ്ങയുടെ ചട്നി കിട്ടിയാൽ മതി, ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഇപ്പം ഈ നമ്മളിപ്പം ഈ സാധനം ചിക്കൻ സ്റ്റ്യൂ ഇത് ഇവിടെ കഴിച്ചിട്ട് ആളുകൾ എന്താ അഭിപ്രായം പറഞ്ഞത്? എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഇപ്പം ഇവിടെ ഫുഡിന് ഒരു പ്രശ്നമില്ല. ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഫുഡ് എല്ലാ ഐറ്റവും വരുന്ന ആളുകളൊക്കെ പറയും നമുക്ക് ഇന്ന അവർ അവിടെ വന്ന ആദ്യം ഒരു എന്ത് ഫുഡ് വേണമെന്നാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് മോസ്റ്റ്ലി അപ്പവും ഇടിയപ്പവുമാണ് ആദ്യം ചോദിക്കുന്നത്. കറിയായിട്ട് എന്ത് ചോദിക്കും? കറിയായിട്ട് അവർ ചോദിക്കുന്നത് വെജ് കുർമ ചോദിക്കും, പിന്നെ ചിക്കൻ സ്റ്റൂ ചോദിക്കും. നമ്മുടെ രാജേഷ് ഷെഫിനോട് പറയണം. എന്നാന്ന് പറഞ്ഞാൽ പോയിട്ട് ഇവിടെ നിന്ന് പോയ ആൾക്കാർ പറഞ്ഞു വിടുന്നവർ വന്ന് ചോദിക്കുന്നത് തന്നെ ഇതാണ് ചോദിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കും അതിൽ. ഇപ്പം നല്ല തിളച്ച് വെന്ത് വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒന്ന് ഇളക്കി വിട്ടതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് പെപ്പർ പൗഡറാണ്. അതെ,
പൊടിച്ചെടുക്കുന്നത് നമ്മുടെ ഗാർഡനിലുള്ള പെപ്പറാണ്. ഇവിടെ മൊത്തം അതാണ് ഇരിക്കുന്നത്, നമ്മളതാണ് പൊടിച്ചെടുക്കുന്നത്. നമ്മൾ പെപ്പർ പൗഡർ പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് മേടിക്കാറില്ല. അതെ, നമുക്ക് ഗ്ലോ ഇവിടെ ഉണ്ട്. ഗ്ലോ നമ്മൾ ഇവിടുത്തെ ഈ ആവശ്യത്തിന് ഇവിടെയാണ് എടുക്കുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് 1-1.5 സ്പൂൺ ഇടാം. നമുക്കിതിന് എരിവിന് വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റും കിട്ടും കുരുമുളക്. നമുക്ക് വേറെ ഒരു മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇല്ല. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് നല്ലൊരു മസാലയൊക്കെ പിടിച്ച് അതെ. ഇതൊരു 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആ 10 മിനിറ്റ് അവിടെ ഇരിക്കണം. നമുക്ക് ആ സമയത്ത് നമുക്ക് അപ്പം റെഡിയാക്കാം അല്ലേ? അപ്പോൾ നമ്മൾ തലേ ദിവസമേ അരച്ച് റെഡിയാക്കി അപ്പത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ച മാവ് റെഡിയാണ്. ദാ മാവ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മളിത് തീ കൊളുത്തുകയാണ്. ഇവൻ അങ്ങോട്ട് റെഡിയായി വരുമ്പം നമ്മളിപ്പോൾ ഇവിടെ അപ്പം ഉണ്ടാക്കും. അപ്പം മാവ് ഇരിക്കാൻ സമയമായി. അതെ, ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു തവി മാവ് മതി ഒരു അപ്പത്തിന്. മതിയല്ലേ? അതെ. മാവ് ഒഴിച്ചു ഇങ്ങനെ വക്കോലം കറക്കണം. ഈ അപ്പം വയ്ക്കാൻ ഒരു പാത്രം കൊണ്ടുവരണേ. ഓക്കെ, അപ്പോൾ നമ്മൾ അടച്ചു വെച്ചാൽ മതി. ഇത് നടക്കുന്നേ. അതെ അതെ. അപ്പം എന്ത് അടിപൊളി. ഇപ്പോഴേ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്? ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടിയത് കറക്കാൻ പറ്റുമോ? ആ, നോക്കാം. പറഞ്ഞോ. ചിക്കന് 1 കിലോ ചിക്കൻ, അതിൻ്റെ കൂടെ 1 ഉരുളക്കിഴങ്ങ്, ഒരു 2 ക്യാരറ്റ്, 1 സവാള, എല്ലാം ക്യൂബായിട്ട് ഒന്ന് വെട്ടണം. ക്യൂബാണ് ചെയ്യേണ്ടത്. നമ്മൾ ചോപ്പ് ചെയ്യരുത്, ക്യൂബായിട്ട് വെട്ടണം. അതിനുശേഷം നമ്മൾ ചെയ്യാനിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാലാണ് ഇത് വേവിക്കേണ്ടത്. ഒരു തേങ്ങയുടെ പാൽ വേണം. 1 തേങ്ങയുടെ പാലെടുക്കണം. 2 പാൽ. അതെ, 1-ാം പാല് സ്ഥലം കട്ടി കൂട്ടിയിട്ട് നമ്മളെടുത്ത് മാറ്റി വെക്കണം. അത് ലാസ്റ്റ് നമുക്ക് ഒഴിക്കാനുള്ളതാണ്. 2-ാം പാല് സ്ഥലം ചിക്കൻ വേകാൻ തക്കാനുള്ള ഒരു പാലെടുത്ത് നമ്മൾ വെക്കണം. അപ്പോൾ നമ്മൾ അതിനകത്താണ് ഈ 2-ാം പാലിലാണ് നമ്മൾ ഈ ചിക്കൻ മൊത്തം വേവിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ബാക്കി ചേരുവ വേണ്ടത്, പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, ഗരം മസാല. സവാള ഉള്ളത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ 1 കിലോ ചിക്കൻ, 1 സവാള, 1 ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും, കുരുമുളകും പൊടിയും, ഗരം മസാല, പിന്നെ 1 തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ 1 തേങ്ങ എടുക്കുന്ന 1-ാം പാലും 2-ാം പാലും. ഇത്രയാണ് നമ്മുടെ ഈ ചിക്കൻ സ്റ്റ്യൂവിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് അല്ലേ? അതെ. അത് ചേർത്ത് നമ്മൾ അതെല്ലാം വഴറ്റി വെച്ച് ഒരു 10 മിനിറ്റ് റെഡിയാക്കി അടച്ചു വെച്ച് കഴിയുമ്പോൾ സംഗതിയൊക്കെ വേവും. ഇപ്പോൾ തന്നെ അതിൻ്റെ മണം അടിച്ച് വരുന്നുണ്ട്, നല്ല ഗംഭീര മണമായി വരുന്നുണ്ട്. സകലം കൂടെ വെള്ളം ഒന്ന് പറ്റി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇടാം. ഇപ്പം നമ്മൾ കുരുമുളക് നേരത്തെ ചേർത്തു. ഇപ്പം സകലം ഗരം മസാലയാണ് അതിൻ്റെ പുറത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല അധികം വേണ്ട, അങ്ങനെ ഓൾറെഡി നമ്മൾ ഗരം മസാല ഇതിലിട്ട് നമ്മൾ വറുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഗരം മസാല വേണ്ട. അതെ, ഇതൊക്കെ നമ്മൾ ഫോറിനേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അതെ, ഇവിടെ ഫോറിനേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇതൊക്കെ ആയി വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ. ആ, ഇത് നമ്മൾ 1-ാം പാലാണ് ചേർക്കുന്നത്? ഇല്ല, ഇത് സ്ഥലം കാഷ്നട്ട് പേസ്റ്റാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർക്കുന്നത് ഇത് കാഷ്നട്ട് പേസ്റ്റ് ആണ്. നമ്മുടെ കശുവണ്ടി സകലം ബോയിൽ ചെയ്തിട്ട് അത് നമ്മൾ അരയ്ക്കുക. അരച്ച് പേസ്റ്റായിട്ട് എടുത്ത് വെച്ചാൽ മതി. ഈ ചേർക്കുമ്പോൾ കുറച്ച് തിക്നെസ് കിട്ടും, ഒരു ക്രീമി ടേസ്റ്റ് കിട്ടും. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ക്രീമി ടേസ്റ്റ് കിട്ടും. വെന്തു എടുക്കാൻ പറ്റുമോ? നോക്കട്ടെ, എന്തായാലും ഞാനിവിടെ ഒരു പാചകമൊക്കെ പഠിച്ചോണ്ടിരിക്കുകയും ചെയ്യാം.
ഒരു 5-6 സ്പൂണ് ഞാൻ എണ്ണമല്ലി ഇത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒഴിക്കുമ്പോൾ ഇത് കുറുകി വരും. പിന്നെ ഉണ്ടാക്കി അപ്പം എങ്ങനെ ഉണ്ട്? കൊള്ളാം, സൂപ്പർ. ഞാൻ ഇവിടെ നോട്ടെ അപ്പം കൊണ്ടൊക്കെ കണ്ടോ, അത് ഒഴിച്ചപ്പം തന്നെ ഒരു കട്ടിയായി, കളർ ചേഞ്ചും വന്നു, ഒരു ബ്രൗണിഷ് കളർ വന്നു, നല്ല ഒരു കുരുക്കും കിട്ടി. കണ്ടോ, നമ്മൾ ഈ കുരുക്ക് കിട്ടുക പറഞ്ഞാലേ എന്താണെന്ന് പെട്ടെന്ന് കറിക്കകത്ത് കുരുക്കുണ്ടാക്കി വെച്ചേക്കോ കട്ടിയായി വന്നില്ലേ? കട്ടിയായി വന്നു. ഇപ്പം നേരത്തെ വെള്ളമയൊക്കെ മാറിയില്ലേ, ഒരു ഗ്രേവി ആയില്ലേ. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്രേവി ആയി കിട്ടും. ഇത് 2 മിനിറ്റും കൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ച് കുറച്ചും കൂടെ പടച്ചു വെക്കാം. ഇതിന് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ കളർ ഒന്ന് മാറ്റിയെടുക്കണം. മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ചെയ്ത ടേസ്റ്റ് ആയിരിക്കും? മഞ്ഞപ്പൊടി ഇട്ട ടേസ്റ്റൊക്കെ ആയിരിക്കും, പക്ഷേ ആക്ച്വലി സ്റ്റൂവിൻ്റെ കളർ ഇതാണ്. ശകലം മഞ്ഞപ്പൊടി മഞ്ഞ കളർ വേണമെങ്കിൽ ഒരു അല്പം മഞ്ഞപ്പൊടി എടുത്തിട്ട് ഒരു തുള്ളി എടുത്തിട്ട് ശകലം ഒന്ന് വിതറിയാൽ കുറച്ച്, ഒത്തിരി ഇടരുത്, ഒരു അല്പം. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു കുറുമ പോലത്തെ ഒരു ടൈപ്പിലായിപ്പോവും. നമ്മൾ ഈ ഹിന്ദു കല്യാണങ്ങൾക്ക് ഈ മുട്ട പപ്പാസ് ഉണ്ടാക്കുന്നില്ല, അതിന്റെ ഒരു കളറായി. മണം അടിക്കുമ്പോൾ ചിക്കൻ്റെ മണമാണ്. അതാണ് ഇപ്പൊ നല്ലൊരു ഗ്രേവി ആയി, നല്ല കുറുകിയില്ലേ. കുറുകി അത് അതെ, നമ്മുടെ അവിടുത്തെ ഒരു നാടൻ ഭാഷ. അതെ, ഇത് 2 മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെക്കാം. അപ്പം വെന്തു അല്ല, അതെന്താ എടുത്തോളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലൊഴിക്കാൻ പോകുന്നത് 1-ാം പാലാണ്. 1-ാം പാലാണ്. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ 1-ാം പാലിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതും തേങ്ങയുടെ ഒരു തേങ്ങ അരച്ചതിലെ ആദ്യം കിട്ടിയ പാല്, ശരിക്കും വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ ഇതിനെ മസാലയൊക്കെ പിടിച്ച് പിഴിഞ്ഞിട്ട സാധനം അല്ലേ? അതെ, നല്ല കട്ടിയുള്ള പാലാണ്. ഇത് 2-3 സ്പൂൺ നമുക്ക് വെച്ചാൽ മതി. അതെ, നമ്മൾ ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം, ഒന്ന് വെള്ളമായി പോകാതെ ഒന്ന് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്രേ ഉള്ളൂ. 4 സ്പൂണായി. കുഴപ്പമില്ല. അപ്പം നമുക്ക് ഓക്കെ, നമ്മൾ എന്ത് ചെയ്താലും അവസാനം ഒരു ചെറിയൊരു നമ്മുടെ കയ്യിൽ ഇടുവല്ലേ, 4 സ്പൂൺ ഒഴിച്ചാലും ഇത്തിരി അമ്മ ചോറൊക്കെ തരുമ്പോൾ മതി എന്ന് പറഞ്ഞാലും ഇച്ചിരി കഴിക്കടാ എന്ന് പറഞ്ഞിരുന്നല്ലേ. അതെ അതെ അതെ. ഇത് നമ്മൾ ഫൈനലായിട്ട് ഇനി ഇത് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഒരപ്പം കൂടെ റെഡിയാക്കുകയാണ്. നല്ല പക്കത്തോരെ വരട്ടെ, അങ്ങനെ പോട്ടെ, സൈഡ് വരെ. മതി. നമ്മുടെ ചിക്കൻ സ്ക്യൂ ഏകദേശം അതിൻ്റെ ഒരു ഫൈനലിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കട്ടിയായി. 1-ാം പാൽ ഒഴിച്ചപ്പോഴത്തേക്ക്. അതെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സകലം കരിയാപ്പില അതിൻ്റെ പുറത്തിടാം. കിട്ടും. അപ്പോൾ ഇങ്ങനെ കീറുക, ഇതങ്ങ് കളയുക. ഇത് നീളമുള്ള സ്ഥലം കിട്ടും വലിയ ഇല്ലേ? കേട്ടോ എങ്ങനെ ഇതങ്ങ് കളയുക. കുറച്ചുകൂടെ കേട്ടോ. ഇവിടെ പിന്നെ ഈ മലയോര മേഖല ആയതുകൊണ്ട് ഈ കറിവേപ്പിലേക്കൊന്നും ഒരു പഞ്ഞവും ഇല്ല അല്ലേ? നമുക്ക് അതെ അതെ, ഇഷ്ടം പോലെ മരമുണ്ട് ഇവിടെ. ഉണ്ട്. ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അല്ലല്ലോ നമ്മുടെ നാടൻ. ഓക്കെ, മതിയാവും. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ, ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ മേളിൽ ജസ്റ്റ് ഒന്ന്. അത് അത്ര വേണ്ട, അതിൻ്റെ പകുതി മതി. മതി. നമ്മുടെ കോക്കൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ല രുചിയാണ്. ഇനി നമ്മളിത് അടച്ചു വെക്കുക. വീണ്ടും അടച്ചു വെക്കുക. അതവിടെ അടയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ അടപ്പ് തുറക്കുന്നു. അപ്പം ഇതാ റെഡിയായിട്ടുണ്ട്. അപ്പം എടുത്ത് നമ്മൾ മാറ്റുന്നു. വെന്തു. അങ്ങനെ ചിക്കൻ സ്റ്റ്യൂ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു. ഇനിയിപ്പോൾ നമ്മളിത്
ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക. സ്ഥലം ഏറെ ഇരുന്നോട്ടെ. എന്ന് പറഞ്ഞാൽ സ്ഥലം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ്. നമ്മൾ എണ്ണ ഒഴിക്കുന്നില്ല. ആ ഫ്രൈ ചെയ്ത സാധനം മാത്രമാണ് ഇതിലിടാൻ പോകുന്നത്. ഒരു സ്പൂൺ കൂടെ എനിക്ക് വേണം. ഇത് മറ്റേ അത് തന്നെ. ഇപ്പം നമ്മളിത് ഉള്ളി അതെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒന്ന് ബ്രൗണിഷ് ആകുന്ന വരെ അതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതേ നമുക്ക് ശരിക്കും ഇത് ഈ വിഭവം എത്ര പേർ കഴിക്കാൻ പറ്റും? ഇത് 1 കിലോ ചിക്കൻ നമുക്ക് 4 പേര് കഴിക്കാൻ പറ്റും. അതെ ഇത് റെഡി ആയിരിക്കണം. ഇത് ഗാർണിഷ് മാത്രമേ ഉള്ളൂ. അതെ 4 പേർ കഴിക്കാം. 4 പേര് കഴിക്കാം. ഈ അപ്പവും കൂട്ടി 4 പേർ കഴിക്കാം. നമുക്ക് ഈ ഉള്ളി ഞാൻ ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പോകണേ. ഇതിൻ്റെ പുറത്ത് ഒരു ഗാർണിഷിന് മാത്രം. ചുമ്മാ അങ്ങനെ ഇട്ടാൽ മതി. അതെ പിന്നെ ശകലം 10-12 മതി. അപ്പോൾ നമ്മുടെ ഈ വിഭവങ്ങളൊക്കെ ഏകദേശം റെഡിയായി. ഇത് എത്ര സമയം എടുക്കും? അതിൽ സ്പീഡപ്പായിട്ട് ഉണ്ടാക്കിയാൽ? സ്പീഡപ്പ് ഉണ്ടാക്കിയാൽ നമുക്കൊരു മാക്സിമം എന്നാൽ ചിക്കൻ വേകാൻ ഒരു 10-12 മിനിറ്റ് നമുക്ക് വേണം. അത്ര സമയം മതി. 12 മിനിറ്റ് നമുക്ക് വേഗം തന്നെ വേണം. മസാലയൊക്കെ അടിച്ചിട്ട് എങ്ങനെ പോയാലും ഒരു 15-20 മിനിറ്റ് നമുക്ക് ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യം വരും. 20 മിനിറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റും. കൊടുക്കാം. ഓർഡർ ചെയ്താൽ നമുക്ക് 20 മിനിറ്റ് കൊണ്ട് സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി സകലം കരിയാപ്പിലയും കൂടെ മേടിൽ തൂവി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയൊരു പടി അങ്ങ് ഇത്ര മതിയോ? മതി. മതിയോ? ഈ അപ്പം ഒരു അൺഷേപ്പിലെ സൈസ്. ഓക്കെ അപ്പം ചിക്കൻ സ്റ്റൂ ഒക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് കഴിച്ചു നോക്കട്ടെ. അപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇടിഞ്ഞോട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ഏട്ടൻ തയ്യാറാക്കിയ ചിക്കൻ സ്റ്റ്യൂ ദാ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗംഭീര സാധനം കേട്ടോ. എന്തായാലും അടിപൊളി ഒരു ഡിഷായിരുന്നു ചിക്കൻ സ്റ്റ്യൂവും അപ്പവുമാണ് ഇന്നത്തെ നമ്മുടെ കോമ്പിനേഷൻ. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കിടിലൻ ഒരു വിഭവമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ, ടാറ്റാ.